ഒന്നിച്ച് അവര് പറയുന്നത് കറക്റ്റ് അല്ല. അവര് പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ വീണിട്ട് അതിന്റെ ആഘാതത്തിൽ മറ്റേത് വീണ അവർ ആദ്യം പറഞ്ഞു. വലിയ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. അതായത് നമുക്ക് കാണാം, ഇവർ ആദ്യം പറഞ്ഞത് ഒരു ഗർഡർ വീണു, അതിന്റെ പിന്നാലെ 3 ഗർഡറുകൾ വീഴുകയായിരുന്നു. അതായത് ഇതിൽ തൊട്ടുകൊണ്ട് മറ്റ് ഗർഡറുകൾ അപകടത്തിലേക്ക് താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് ഈ ഉദ്യോഗസ്ഥർ ആദ്യം ഈ സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ഈ 4 ഗർഡറുകളും ഒരുമിച്ച് വീഴുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് ഒരാൾ, നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഒരാൾ ഓടി പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം 4 ഗർഡറുകളും വീഴുകയാണ്. ആ വീടിന് ശേഷം വലിയ പൊടിപടലങ്ങളാണ് പ്രദേശത്താകെ നിലവിൽ ഈ വീടിന് ഈ ഗർഡറുകൾ വീണതിന്റെ സമീപത്തുള്ള 3 വീടുകൾക്ക് കേടുപാടുകൾ, അതായത് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്രയധികം ഭാരത്തിലുള്ള ഗർഡറുകളാണ് താഴെ വീണത്. ഒരു പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്നത് ഞായറാഴ്ച ആയിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടാവുമായിരുന്നു. ഇന്ന് അത്ര തിരക്കില്ലാത്തൊരു സമയമായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ആലപ്പുഴ ബീച്ചിൽ ഒട്ടനേകം ആളുകൾ എത്തുന്നതാണ്. വിദേശ വിനോദസഞ്ചാരികൾ അടക്കം എത്തുന്നതാണ്. അവിടെ കാർ പാർക്കിംഗ്, 2 വീലർ അടക്കമുള്ള പാർക്കിംഗ് ചെയ്യുന്നതാണ്. പ്രദേശത്തെ നാട്ടുകാരടക്കം ഇതിന്റെ തണൽ പറ്റി അവിടെ വിശ്രമിക്കുന്ന സമയമാണ്. ഇത് സംഭവം നടന്ന കൃത്യസമയം രാവിലെ 10:58 ഈ അപകടം ഉണ്ടായതെന്നാണ് ഈ സമീപത്തെ ഈ വീടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു വീടിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്താണ് ഈ അപകടത്തിന്റെ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല.